ദൈവമേ, അവൻ അവള് സെറ്റാവണേ. എടോ കളിയാക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാനും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. എൻ്റെ ഫിയാൻസിയാ. പക്ഷേ അത് അച്ഛന് ദുബായിൽ ബിസിനസ് ഉണ്ടായിരുന്നു. അത് നൈസായിട്ട് പൊട്ടി. ഞങ്ങൾ കുടുംബത്തോടെ സൂസൈഡിന് പീക്ക് വരെ എത്തിയതാണ്. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു അവൻ, വൈശാഖ്. അവൻ ഫാമിലിയായിട്ട് ഭയങ്കര റിച്ചാണ്. പണ്ടേ അവൻ എൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ആ തകർച്ചയിൽ അവൻ അച്ഛനെ ഫിനാൻഷ്യലി കുറേ ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴും അച്ഛൻ അവനോട് കടപ്പാടുണ്ട്. അതവനങ്ങ് മുതലെടുത്തു. വീട്ടിൽ വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം അവതരിപ്പിച്ചു. അതിനോ പറയാൻ ഞങ്ങൾക്ക് ആർക്കും റീസൺ ഉണ്ടായിരുന്നില്ല. സോ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. പക്ഷെ പിന്നാലെ നടന്നപ്പോൾ ഉണ്ടായിരുന്ന വൈശാഖ ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ട്. റിലേഷൻഷിപ്പ് തുടങ്ങിയതും ഞാൻ അങ്ങോട്ട് എറിയാൻ പാടില്ല, ഇങ്ങോട്ട് എറിയാൻ പാടില്ല, ഫ്രണ്ട്സിനോട് പുറത്ത് പോകാൻ പാടില്ല, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. നാട്ടിൽ വന്നപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. അപ്പം ശരി, ഞാൻ അങ്ങോട്ട്. സച്ചു അല്ലേ? ബൈ. ബൈ. ആ ഹീറോ വന്നാ? എന്താ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാൻ പോയിട്ട്? ഹീറോ അല്ലടാ, വില്ലനാണ്. വില്ലനാ? അവൾക്കൊരു കാമുകം ഉണ്ടടാ. അപ്പം അവനല്ലേ ഹീറോ, ഞാൻ വില്ലൻ. അവളൊരു കലിപ്പൻ്റെ കാന്താരിയാണടാ. എന്ന് വെച്ചാ? എടാ, അവളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാടാ ഒരു ടോക്സിക് NRI കൂട്ടനുമായിട്ട്. എടാ പൊട്ട, അവൻ ടോക്സിക് ആണെങ്കിൽ അവൻ വില്ലനല്ലേ? എടാ നീ തന്നെയാടാ ഹീറോ. ഉദാഹരണത്തിന് നമ്മുടെ പ്രേമ സിനിമയിലെ നിവിൻപോളി, അവൻ അൽഫോൺസ് പുത്രൻ, ടോക്സിക് ആയ വില്ലൻ. അപ്പോൾ ആ അൽഫോൺസ് പുത്രൻ അടിച്ചിട്ട് നീ ആ സെല്ലിനെ രക്ഷിച്ചോണ്ട് പോടാ. നീയാണോ ഹീറോ? ഇപ്പോൾ ഹീറോയിസം കാണിക്കടാ. ഞാനാണ് ഹീറോ? എന്ന് അവളെ ടോക്സിക് കുട്ടനെ രക്ഷിക്കണം. രക്ഷിക്കാം. വണ്ടി സ്റ്റാർട്ടാവില്ലടാ.